നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. തെരഞ്ഞെടുപ്പ് ഇങ്ങ് പടിവാതിക്കലെത്തി. ടി വികളിലാണെങ്കിൽ ചർച്ചയോട് ചർച്ച, യൂട്യൂബുകളിലും അങ്ങനെ തന്നെ. UDF ജയിക്കുമോ, LDF ജയിക്കുമോ, BJPക്ക് എത്ര സീറ്റ് കിട്ടുമെന്നൊക്കെ പറഞ്ഞ്, അവൻ ജയിക്കുമോ, യവൻ ജയിക്കുമോ, എവള് പുറത്ത് ചാടുമോ എന്നൊക്കെ പറഞ്ഞ് ചർച്ചയോട് ചർച്ച. എനിക്ക് തോന്നുന്നു അതിനിടയിൽ നമ്മുടെയൊക്കെ ഈ സിനിമാ പ്രോഗ്രാമുകൾ കാണാൻ ഇനി കുറച്ച് ദിവസത്തേക്ക് ആളെ കിട്ടാൻ സാധ്യത കുറവാണ്. എല്ലാവരും രാഷ്ട്രീയ മുന്നേറ്റം ആരൊക്കെ എന്തൊക്കെ നടത്തുന്നു എന്നുള്ളതിലൊക്കെയാണ്. എന്നാലും നമ്മൾ മുടക്കുന്നില്ല. നമ്മൾ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും നമ്മുടെ കഥ പറയാം. ഇന്നത്തെ ഒരു വ്യത്യസ്തമായ കഥയാണ്. നമസ്കാരം. എൻ്റെ ഇന്നലെകൾ കേൾക്കാൻ നമ്മുടെ ചാനൽ കാണുന്നവരിൽ ഏറിയ പങ്കിനും ഇഷ്ടമാണ്. ഞാൻ എൻ്റെ ജീവിതകഥ പറയുന്നത് കേട്ടിട്ട് എൻ്റെ ജീവിതവും ഇത്തരത്തിലായിരുന്നു, എനിക്ക് ദിനേശ് ചേട്ടൻ്റെ മനസ്സ് കാണാനാകും എന്നൊക്കെ എഴുതിയും വിളിച്ചും പറയുന്ന എത്രയോ പേരുണ്ടെന്ന് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് അതിശയം തോന്നും. ഞാൻ വെറുതെ കള്ളം പറയല്ല. ദിനേശ് സാറേ, താങ്കൾക്ക് ഒരു അനുജനായിരുന്നു തലവേദനയെങ്കിൽ എനിക്ക് ഒരു ചേട്ടനായിരുന്നു പാര എന്ന് പറഞ്ഞവരും. അച്ഛൻ നഷ്ടപ്പെട്ട കഥ താങ്കൾ പറയുന്നു. എനിക്ക് ജീവിച്ചിരിക്കുന്ന അച്ഛൻ കുടുംബത്തിൽ കാട്ടുന്ന തലവേദനകളാണ് സഹിക്കാൻ പറ്റാത്തത് എന്ന് മറ്റൊരാൾ പറയുന്നു. ഇങ്ങനെ വിചിത്രമായ എത്ര കഥകൾ ദിവസവും ഞാൻ കേൾക്കുന്നതെന്നറിയാം. എൻ്റെ കഥ അതുകൊണ്ട് തന്നെ പലർക്കും പ്രിയപ്പെട്ടതായി മാറും. എൻ്റെ ഇന്നലെകൾ, ഞാൻ പറയുന്ന അനുഭവങ്ങൾ ശ്രദ്ധിക്കാനും തങ്ങളുടെ ജീവിതവുമായി താരതമ്യം ചെയ്യാനും എന്നെ സ്നേഹിക്കുന്നവരിൽ ധാരാളം പേരുണ്ട് എന്നത് പിന്നെയും എൻ്റെ കഥകൾ തപ്പാൻ എനിക്ക് പ്രേരകമാകുന്നു. ഞാനത് ഒളിച്ചു വയ്ക്കുന്നില്ല. എൻ്റെ അമ്മയോടൊപ്പം കൂടെ പിറന്നത് ഒരു ചേച്ചിയും 2 അനുജന്മാരും 2 അനിയത്തിമാരുമായിരുന്നു. അപ്പൂപ്പൻ തിരുവിതാംകൂർ പട്ടാളത്തിൽ ഹവിൽദാരോ എന്തോ ആയിരുന്നു. നാമമാത്രമായ പെൻഷനേ അപ്പൂപ്പനുള്ളൂ ഈ തിരുവിതാംകൂർ പട്ടാളമായതുകൊണ്ട്. അപ്പൂപ്പന് അർഹതപ്പെട്ട വസ്തുവകകൾ ബന്ധുക്കളായ പലരും അടിച്ചു മാറ്റി. ഒരു ശുദ്ധഹൃദയനായിരുന്നു എൻ്റെ അപ്പൂപ്പൻ. മൂത്ത മകളെ ഒരു പട്ടാളക്കാരനോടൊപ്പം അയച്ചു. അവർക്ക് 2 പെൺകുട്ടികൾ. ബാക്കി 5 മക്കളും അപ്പൂപ്പനും അമ്മുമ്മയും വാടക വീടുകളിലായിരുന്നു ജീവിതം. അപ്പൂപ്പന് കിട്ടേണ്ട ഏക്കർ കണക്കിന് സ്ഥലം വരെ പല രീതിയിൽ പലരും അടിച്ചു മാറ്റി. ബന്ധുക്കൾ തന്നെ. പെൻഷൻ തുക തുച്ഛം. ശാന്തവിളയിൽ അപ്പൂപ്പനൊരു നല്ല മുറുക്കാൻ കട ഉണ്ടായിരുന്നു. ഞാൻ മുമ്പ് ഇവിടെ പറഞ്ഞു എന്ന് തോന്നുന്നത്. അതുപോലെ അപ്പൂപ്പൻ നന്നായിട്ട് ബീഡി ചുരുട്ടാൻ അറിയാം. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്കൂളിലെ ഇടവേളകളിൽ ബീഡിയുടെ നൂല് ചുറ്റാൻ പോകുമായിരുന്ന കഥ പറയുന്നത് കേൾക്കുമ്പോൾ, അദ്ദേഹം തന്നെ അഭിമാനത്തോടെ പറയുന്നത് കേൾക്കുമ്പോൾ എൻ്റെ അപ്പൂപ്പൻ്റെ ബീഡി ചുരുട്ടിനെ കുറിച്ച് ഞാൻ ആലോചിക്കാറുണ്ട്. നല്ല മുനയുള്ള കത്രിക വെച്ച് ഇല ഇങ്ങനെ വെട്ടി ചതുരത്തിൽ ഇങ്ങനെ നീളത്തിലാക്കിയെടുത്ത് അത് ഒരു നനച്ച തുണിയിൽ അടുക്കി വെച്ച് പൊതിഞ്ഞ് അങ്ങനെ വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുകയുള്ളൂ. അങ്ങനെ എന്തൊക്കെയോ പ്രിപ്പറേഷൻ നടത്തിയാണ് അപ്പൂപ്പൻ ബീഡി ഉണ്ടാക്കുന്നത്. അത് വാങ്ങാനായി വരുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. നല്ല വരുമാനമായിരുന്നു അപ്പൂപ്പന് ആ കടയിലുണ്ടായിരുന്നത്. വലിയ ബീഡി കെട്ട്, ഒരു കെട്ട് ഇത്ര പൈസ, ചെറിയ ബീഡി കെട്ട് ഇത്ര പൈസ എന്നൊക്കെ പറഞ്ഞ് കെട്ടി വയ്ക്കുമായിരുന്നു അപ്പൂപ്പൻ. അപ്പൂപ്പൻ്റെ സഹോദരി അടക്കം ചില ബന്ധുക്കൾ അപ്പൂപ്പന് അർഹതപ്പെട്ടതെല്ലാം സ്വന്തമാക്കുമ്പോഴും വാടക വീട്ടിൽ കഴിയുന്ന അപ്പൂപ്പൻ മക്കളോട് പറയുന്നത് മക്കാന്നേ വിളിക്കൂ. ശ്രീ പത്മനാഭൻ എന്നെ കൈവിടില്ല. അദ്ദേഹത്തിൻ്റെ 10 ചക്രം വാങ്ങിച്ച് ജീവിച്ചവനല്ലേ ഞാൻ. ഇതാണ് അപ്പൂപ്പൻ്റെ ന്യായം. സഖാവ് EMS മന്ത്രിസഭ കേരളത്തിൽ ആദ്യമായി ലോട്ടറി
ഭാഗ്യക്കുറിക്ക് തുടക്കം കുറിച്ചല്ല, 1 രൂപയായിരുന്നു ടിക്കറ്റിൻ്റെ വില. എല്ലാ മാസവും ഒരു ടിക്കറ്റ് എടുത്ത് അപ്പൂപ്പൻ നിധി പോലെ സൂക്ഷിക്കുമായിരുന്നു. ഞങ്ങളുടെ റോഡിൻ്റെ റോഡിൽ കൂടെ അന്ന് ഞങ്ങളുടെ വീട്ടിൻ്റെ അതിലെ കാറൊന്നും ഇറങ്ങിയില്ല. ഇപ്പോൾ വലിയ റോഡായി. മേളിൽ കൂടെ നാളെ എന്ന് വിളിച്ചുകൊണ്ട് സന്ധ്യയ്ക്കൊക്കെ വണ്ടികൾ പോകുമ്പോൾ അപ്പൂപ്പൻ എൻ്റെയിലോ അനിയൻ്റെയിലോ 1 രൂപ തരും. മക്ക ഓടിപ്പോയി ഒരു ടിക്കറ്റ് എടുത്തിട്ട് വാ. കട്ടായമായിട്ട് അപ്പൂപ്പൻ പറയും, നമ്മുടെ ദുഃഖമെല്ലാം മാറും, ഈ മാസത്തെ ഭാഗ്യക്കുറി എനിക്കടിക്കും. പട്ടാളത്തിൻ്റെ പെൻഷനും വാങ്ങി കോട്ടയായി കിട്ടുന്ന മദ്യക്കുപ്പികൾ വിറ്റ തുകയുമൊക്കെ ആയി. അപ്പോൾ കഴിക്കുകയൊന്നുമില്ല, വിറ്റ് കളയും. നല്ല കൂടിയ വിലയ്ക്ക് വിൽക്കാൻ പറ്റും. അതിനെല്ലാം വിറ്റ് ആ കാശുമൊക്കെ ആയി വീട്ടിലേക്ക് വരുമ്പോൾ ഒരു ലോട്ടറി ടിക്കറ്റ് കൂടി അപ്പൂപ്പൻ്റെ കൈവശം കാണും. ഇത്തവണ ശ്രീ പത്മനാഭൻ എന്നെ കൈവിടില്ല എന്ന് അപ്പൂപ്പൻ ഉറപ്പിച്ച് പറയും. എന്തേലും വിഷമത്തിൽ എൻ്റെ അമ്മ കരഞ്ഞാൽ അപ്പോഴും അപ്പൂപ്പൻ ആശ്വസിപ്പിക്കുന്നത്, നീ കരയാതെ തങ്കം, എല്ലാം മാറും, ഇത്തവണ ഭാഗ്യദേവത നമ്മളെ കടാക്ഷിക്കും എന്നാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്നും അപ്പൂപ്പൻ അമ്മയുടെ അനുജത്തിയുടെ വീട്ടിലേക്ക് താമസം മാറിയപ്പോഴും, കാരണം ഇവിടെ വെള്ളം കുടിക്കാൻ നിവൃത്തിയില്ലാത്തൊരവസ്ഥ വന്നപ്പോൾ ഓരോരുത്തരായിട്ട്, ഒരു കുഞ്ഞമ്മ മാറി, ഒരു മാമൻ മാറി, അമ്മമ്മ മാറി, പിന്നെ അപ്പൂപ്പനും മാറി. അങ്ങനെ മാറിയപ്പോഴും ഈ ടിക്കറ്റ് എടുപ്പ് തുടർന്നു എന്ന് തോന്നുന്നു അപ്പൂപ്പൻ. കാരണം വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ അമ്മയോട് പഴയ പല്ലവി പറയും, മക്കളെ വിഷമതകളെല്ലാം മാറും, ഇത്തവണ ഭാഗ്യം എനിക്കാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. മരിക്കും വരെ സ്വപ്നം കാണാൻ കേരള ഭാഗ്യക്കുറി അപ്പൂപ്പന് വഴിയൊരുക്കി കൊടുത്തു എന്നുള്ളതിൽ എനിക്ക് കേരള ഭാഗ്യക്കുറിയോട് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അരിക്കച്ചവടവും പണയമെടുക്കലും തെങ്ങൊറ്റി വാങ്ങലും മലയിലെ വലിയ കൂറ്റൻ തടികൾ, വിറവിന് ഉപയോഗിക്കുന്ന തടികൾ ടൺ കണക്കിന് ഇറക്കി അത് കീറി വിറവാക്കി വിൽക്കലും ഒക്കെയായി എൻ്റെ അച്ഛൻ്റെ മരണമുണ്ടായിട്ടും അമ്മ കുടുംബത്തെ നന്നായി നോക്കി, ഈ പടകളെ മുഴുവൻ. ആ സമയത്താണ് എൻ്റെ ചേച്ചിയുടെ വിവാഹം. ചേച്ചി എന്ന് പറയുമ്പോൾ വലിയമ്മയുടെ മകളുടെ. ഒരു എക്സൈസ് ഉദ്യോഗസ്ഥനാണ് കല്യാണം കഴിക്കുന്നത്. വലിയമ്മയ്ക്ക് ആൺമക്കളില്ലാത്തതിനാൽ വരനെ സ്വീകരിക്കേണ്ടത് സഹോദരനായി ഞാനാണ്. എനിക്കപ്പോൾ എന്തോ അസുഖം കാരണം എൻ്റെ അനുജനിൽ ആ കടമ ചെന്നെത്തി. അവനെ എടുത്താണ് ഒരു സന്ധ്യയ്ക്ക് എൻ്റെ ഭാവി അളിയനെ, അളിയൻ എന്ന് തന്നെ പറയാം, ഞാൻ മച്ചമ്പി എന്നാണ് വിളിക്കാറ്, അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ഹാരമിടിയിച്ചത് അങ്ങനെയാണ് എടുത്ത് ആക്കി. കാരണം കൊച്ചല്ലേ, അതുകൊണ്ട് എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അവൻ വണ്ടൊക്കെ മുറുക്കി ഇങ്ങനെ ഹാരം ഇടണം. വലിയച്ഛൻ സുബേദാറും അദ്ദേഹത്തിൻ്റെ അനുജൻ ഹവിൽദാറുമാണ് പട്ടാളത്തിൽ. ഇരുവരും ഒന്നിച്ചായിരുന്നു ജീവിതം. മൂത്തയാൾ സുബേദാറിൻ്റെ എല്ലാ മൊശടത്തരവും ഉള്ളയാളായിരുന്നു. ഇളയയാൾ ഹവിൽദാർ ശാന്തപ്രകൃതനും സഹായ മനസ്കനുമായിരുന്നു. ഞാൻ ജീവിതത്തിൽ മറക്കില്ല എൻ്റെ ഇളയ വലിയച്ഛനെ. ചേച്ചിയുടെ വിവാഹത്തിന് സ്വീകരിക്കേണ്ട കുട്ടികൾ, അച്ഛനില്ലാത്ത കുട്ടികൾ, എന്നിട്ടും ഒരു ഷർട്ടിൻ്റെ തുണി പോലും വാങ്ങിത്തരാനുള്ള മനസ്സ് വലിയച്ഛന്മാർ കാണിച്ചില്ല, അല്ലെങ്കിൽ വലിയച്ഛന്മാരോട് വലിയമ്മ പറഞ്ഞതുമില്ല. പക്ഷേ അന്ന് അമ്മ പ്രതാപിയായിരുന്നതിനാൽ സ്വന്തം കാലിൽ നിൽക്കുന്നയാളാണ്. എന്നിട്ട് എൻ്റെ കുട്ടികൾക്ക് ഓരോ ഷർട്ടിൻ്റെ തുണി വാങ്ങണോ എന്ന് ചുമ്മാ ഏതെങ്കിലും ചോദിക്കാത്തതിന് വലിയമ്മയുടെ മുന്നിൽ അമ്മ കയർത്തു കരഞ്ഞു. അച്ഛനില്ലാത്ത കുട്ടികളല്ലേടി, ഒരു ഷർട്ട് എത്ര രൂപയാവാൻ, 5 or 10 രൂപയ്ക്ക് 2 ഷർട്ട് വാങ്ങിക്കൊടുക്കാൻ നിൻ്റെ കയ്യിലില്ലേ എന്നൊക്കെ ചോദിച്ച അമ്മ വലിയമ്മയുടെ മുന്നിൽ ഒരുപാട് ബഹളം വച്ചു, കരയൊക്കെ ചെയ്തു. മിഥുനത്തിൽ ഇന്നസെൻ്റ് നിൽക്കുന്ന പോലെ വലിയമ്മ കുന്തം വിഴുങ്ങിയതുപോലെ നോക്കിയിരുന്നു. വലിയമ്മ ആവശ്യത്തിലധികം തടിയുള്ള പൊക്കമില്ലാത്ത ആളാണ് കേട്ടോ. കുട്ടിത്താറാവ് വരുമ്പോലെ വരുന്ന ആളാണ് എൻ്റെ വലിയമ്മ.
വലിയമ്മ ഒന്നിലും ഇടപെടില്ല, പാവം. അപ്പോൾ അമ്മ ഇത്രയും വഴക്ക് പറഞ്ഞിട്ടും മറുപടിയൊന്നുമില്ല. വലിയമ്മ ഉണ്ടാകാതിരിക്കുക നോക്കിക്കൊണ്ട്. ആ വാശിക്ക് അമ്മ ഞങ്ങൾക്ക് നല്ല മിനുമിനുപ്പുള്ള ആകാശ നീലയുള്ള ഉടുപ്പുകൾ തുന്നിത്തന്നു വിവാഹത്തിനിടാനായിട്ട്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് സ്കൈ ബ്ലൂവിൽ നല്ല മിനുമിനായിരിക്കുന്ന, ചില നേരത്ത് നമുക്ക് ദേഹത്ത് വേർക്കൊക്കെ ചെയ്യുമ്പോൾ ചൊറിയും, അങ്ങനത്തെ ഒരു തുണിയാണ്. അതിലാണ് ഞങ്ങൾക്ക് അമ്മ ചേച്ചിയുടെ വിവാഹത്തിന് ഷർട്ട് എടുത്തു തന്നത്. വലിയമ്മയുടെ രണ്ടാമത്തെ മകൾ എന്നേക്കാൾ ഒരു ചില്ലറ മാസങ്ങളുടെ മൂപ്പേ ഉള്ളൂ, 3, 4, 5 മാസത്തെ മൂപ്പേ ഉള്ളൂ. അവളെ ഒരു സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥൻ വിവാഹം കഴിക്കുമ്പോൾ ഞാൻ വളർന്ന് മെലിഞ്ഞ് തോട്ട പോലെ ഉയരമുള്ള ആളായി, വണ്ണമില്ലെന്നേ ഉള്ളൂ. വിവാഹം കഴിക്കുന്ന ആളാണെങ്കിൽ എൻ്റെ അളിയൻ നല്ല ആജാന ബാഹുവാണെങ്കിലും പൊക്കത്തിൽ ഞങ്ങൾ തമ്മിൽ തുല്യരായിരുന്നു. ഞാനാണ് ഇത്തവണ രണ്ടാമത്തെ അളിയനെ സ്വീകരിച്ചത്. സ്വന്തമായി ചില്ലറ കിട്ടുന്ന കാലം അത് സ്വരുക്കൂട്ടി ഞാൻ മുണ്ടും ഷർട്ടും എടുത്തു, മാന്യമായി അളിയനെ സ്വീകരിച്ചു. അപ്പോഴും നമുക്കൊരു മുണ്ടോ ഷർട്ടോ ഈ വലിയമ്മ അല്ലെങ്കിൽ വലിയച്ഛന്മാർ വാങ്ങിത്തന്നില്ല. ഈ അടുത്ത കാലത്ത് തിരുവല്ലത്ത് എൻ്റെ ആരാധകനായ ഒരു KSRTC കണ്ടക്ടറുണ്ട്. ഇടയ്ക്കിടെ എന്നെ വിളിക്കും നമ്മുടെ പ്രോഗ്രാമുകളെ പറ്റി പറയാനായിട്ട്. ഒരുപാട് നേരം സംസാരിക്കും. എന്നെ അവസാനമായി വിളിച്ചപ്പോൾ എന്നോടൊരു ചോദ്യം ചോദിച്ചു. ഒരു പ്രോഗ്രാമിൽ ഒരു ഷർട്ട് ചേട്ടൻ ഇടുമല്ലേ? ഞാൻ പറഞ്ഞു അതെ. ഇങ്ങനെ എത്ര ഷർട്ടുകളുണ്ട് ചേട്ടന് എന്ന് ചോദിച്ചു. ഞാൻ കാഷ്വലായിട്ട് പറഞ്ഞു ഒരു 10-750 ഷർട്ട് കാണും എന്ന് പറഞ്ഞു. ഇതൊക്കെ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു അടുത്ത് ഞാൻ എന്നാണോ പത്തനാപുരത്ത് ഗാന്ധി ഭവനിൽ പോകുന്നത് അപ്പോൾ 50-100 ഷർട്ട് അവിടെ കൊണ്ട് കൊടുക്കും. കാരണം ഒരു തവണ AC കാറിൽ വന്ന് AC റൂമിലിരുന്ന് ഷൂട്ട് ചെയ്ത ശേഷം അതുപോലെ മടങ്ങി ചെന്നാൽ അപ്പോൾ ഒരു ഇടയല്ലേ, ഒരു പ്രാവശ്യം ഞാൻ ഇടുന്നുള്ളല്ലോ. അപ്പോൾ അത് മുഷിഞ്ഞിട്ടൊന്നുമില്ല, വേർപ്പോ നാറ്റോ ഒന്നും ഉണ്ടാവില്ല. ഒരു 10-100 ഷർട്ട് കാറിൽ കയറ്റി ഞാൻ പത്തനാപുരത്ത് കൊണ്ടു കൊടുക്കും എന്ന് പറഞ്ഞു. ചേട്ടാ ഞാനൊരു ദിവസം വരട്ടെ, എനിക്ക് ഒരു 10 ഷർട്ട് തരുമോ? ഞാൻ കൊണ്ട് തരാം എന്ന് ഞാൻ ഉത്തരം കൊടുത്തു. അന്ന് ഈ KSRTC ഉദ്യോഗസ്ഥർ സംസാരിച്ച ശേഷം സത്യം പറയാൻ എനിക്ക് എഴുത്തോ വായനയോ നടന്നില്ല. കരച്ചിലായിരുന്നു. കണ്ണുകൾ കൊണ്ടും എൻ്റെ മനസ്സുകൊണ്ടും ഞാൻ കരയുകയായിരുന്നു. സമ്പന്നതയിൽ നിന്നും ബന്ധുക്കളെ തീറ്റിപ്പോറ്റി വളർത്തി ഞങ്ങൾക്കെല്ലാം ഉള്ളത് തീർത്ത എൻ്റെ അമ്മയെയും, തല്ലുകൊള്ളിയായിരുന്നുവെങ്കിലും എൻ്റെ അനുജനെയും, ഒപ്പം എൻ്റെയും കുട്ടിക്കാലം ഓർത്തോർത്ത് കരഞ്ഞുപോയി മനസ്സുകൊണ്ടും കണ്ണുകൾ കൊണ്ടും. ഒരു ഷർട്ടിട്ട് പട്ടാളത്തിൽ നിന്നും പെൻഷനായി വന്ന ഇളയ വലിയച്ഛന് KSRTC ഡ്രൈവർ ജോലി കിട്ടിയപ്പോൾ വർഷത്തിലൊരു കാക്കി തുണി ഞങ്ങൾക്ക് തരും. ഒരു വർഷം സ്കൂളിൽ പോയ ആ കാലം ഞാൻ ഓർത്തു. കാരണം ഒരു കാക്കി നിക്കറും ഒരു ഷർട്ടേ ഉള്ളൂ. വലിയച്ഛൻ ഔദാര്യം പൂർവ്വം തന്ന തുണി കൊണ്ട് തച്ച ഒരു നിക്കർ എനിക്കും അനിയനും. ഇന്ന് 700 സ്റ്റോറികൾ ചെയ്യാനായി 700 ഷർട്ടിട്ട് ജീവിക്കുന്ന എനിക്ക് ഇന്നലെകൾ ഒന്നും മറക്കാൻ ആവാത്തതിനാൽ ഇന്നത്തെ എൻ്റെ നല്ല ജീവിതം എനിക്ക് ആസ്വദിക്കാനാകുന്നില്ല എന്നുള്ളതാണ് സത്യം. എനിക്ക് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു നാൾ എൻ്റെ അമ്മയുടെ അനുജത്തിയുടെ ഒരു ഭർത്താവ് എൻട്രി ആവുന്നു. അമ്മയോട് ചോദിച്ചു, ഇവനെ ഇനി എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് ചോദിച്ചു. കടം വാങ്ങിച്ചിട്ടാണെങ്കിലും ഇവനെ പഠിപ്പിക്കണം. ശങ്കരനെ പോലെ അല്ല, ഇളയവനെ പോലെ അല്ല, ഇവൻ പഠിക്കും. അദ്ദേഹം വളരെ കൂളായിട്ട് പറഞ്ഞു, അക്കാ കാലം മാറുകയാണ്, ടെക്നിക്കൽ സൈഡ് വല്ലതും പഠിപ്പിക്കണം. അമ്മയ്ക്ക് എന്ത് ടെക്നിക്ക്? അദ്ദേഹം അക്കാലത്ത് പ്രീമിയർ പേപ്പർ കമ്പനി എന്ന് പറഞ്ഞാൽ ആയുർവേദ കോളേജിനടുത്തുള്ള പ്രീമിയർ പ്രസ്സിൽ, തലസ്ഥാനത്ത് വലിയ പ്രസ്സാണ്, അവിടുത്തെ ജോലിക്കാരനായിരുന്നു. ജ്യേഷ്ഠനാണെങ്കിൽ സാധു പ്രകൃതക്കാരനായ ഒരു പട്ടാളക്കാരനാണ്. അദ്ദേഹത്തെ സോപ്പിട്ട് ഈ അനുജൻ ഒരു പ്രസ് ഇട്ടു തിരുവല്ലത്ത്. ആ പ്രസ് തുറക്കാനും തൂക്കാനും വിളക്ക് കൊളുത്താനും പ്രിൻറ്റിങ്ങിനുള്ള പേപ്പർ വാങ്ങാൻ സിറ്റിയിൽ പോകാനും രാത്രി പ്രസ് അടയ്ക്കാനും ഒരാൾ വേണം.
അദ്ദേഹം അത് അന്വേഷിച്ച് നടക്കുമ്പോഴാണ് എൻ്റെ SLC കഴിഞ്ഞുള്ള ഇനി എന്താണെന്നുള്ള ചോദ്യം അദ്ദേഹം ചോദിച്ചത്. ശമ്പളം കൊടുക്കാതെ അതിനായി അദ്ദേഹം ഇറക്കിയ ടെക്നിക്കായിരുന്നു അമ്മയോട് ടെക്നിക്കൽ സൈഡ് നോക്കാൻ പറഞ്ഞത്. പ്രിൻറ്റിംഗ് ടെക്നോളജി എന്ന ഒരു പുസ്തകം വാങ്ങി വായിച്ച് പഠിക്കും, എന്നിട്ട് ലോവർ ഹയർ എഴുതി പാസ്സാകും. ഗവൺമെൻറ് പ്രസ്സിൽ എപ്പോൾ കിട്ടി ജോലിയെന്ന് ചിന്തിച്ചാൽ മതിയെന്നൊക്കെ അദ്ദേഹം എന്നെയും പഠിപ്പിച്ചു. ശുദ്ധ തട്ടിപ്പായിരുന്നു അതെന്ന് വൈകിയാണ് ഞാൻ അറിഞ്ഞത്. അദ്ദേഹം ഉച്ചയ്ക്ക് 20 പൈസ തരും ആഹാരം കഴിക്കാൻ. ഇത്രയുള്ള 2 കണ്ണി ഗോതമ്പ് പുട്ട് അല്ലെങ്കിൽ 2 കണ്ണി ചോളത്തിൻ്റെ പുട്ട് കിട്ടും 20 പൈസയ്ക്ക്. ഞാനത് വാങ്ങും. അപ്പോൾ അതിൽ കുഴച്ച് കഴിക്കാനായിട്ട് അണ്ടം കീറുന്ന എരിവുള്ള മുളക് കറി ഒഴിച്ചു തരും ചായക്കടക്കാരൻ. ആ കടക്കാരനും എൻ്റെ ഒരു ബന്ധുവാണ് വകയിൽ. അത് ഞാൻ ഞവടി തിന്നണം. ഇവിടെയൊക്കെ എരിഞ്ഞു നീറും. എൻ്റെ ചിറ്റപ്പൻ എന്ന് പറയുന്ന അമ്മയുടെ അനുജത്തിൻ്റെ ഭർത്താവ് ഞാനിരിക്കുന്ന എതിർവശത്തുള്ള മേശയിലിരുന്ന് തൂശനിലയിട്ട് ചോറും കറികളും ഒക്കെ ആ കടക്കാരൻ വിളമ്പി കൊടുക്കും. അപ്പോൾ തൊട്ടടുത്തൊരു ബേക്കറി ഉണ്ട്. ആ ബേക്കറിയിൽ നിന്ന് എൻ്റെ പറയും, ഒരു 100 ഗ്രാം പക്കാവട ഇങ്ങ് വാങ്ങിക്കും. ഞാൻ പോയി 100 ഗ്രാം പക്കാവട വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. ഈ പക്കാവട ചോറിൻ്റെ അപ്പുറത്ത് ഇട്ടിട്ട് ചോറും പക്കാവടയും കൂടെ ഇങ്ങനെ കുഴയ്ക്കും. എന്നിട്ട് അതിൽ സാമ്പാറൊക്കെ ഒഴിച്ചിട്ട് ഉരുട്ടി വിഴുങ്ങണമെന്ന് കാണാൻ ബഗം തിന്നും പോലെ. ചില ദിവസം അദ്ദേഹം എന്തെന്ന് വെച്ചാൽ ചായക്കടക്കാരനോട് പറയും, ഒരു 2-3 പരിപ്പൊടി ഇങ്ങനെ എടുക്കാൻ പറയും. ആ പരിപ്പൊടിയും കൂടെ ഇതിലിട്ട് പൊടിച്ച് പക്കാവടയ്ക്ക് പകരം അതിട്ട് അങ്ങനെ തിന്നുള്ളൂ. ഒരു 1.5 ഊണാണ് പുള്ളി കഴിക്കുന്നത്. അപ്പോൾ ബഗൻ വാരി തിന്നുന്നത് പോലെ അദ്ദേഹം തിന്നുകൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് ഈ ഒരു കുന്ന് ചോറാണ് പുള്ളിക്ക് ഇട്ട് കൊടുക്കുന്നത്. എതിർവശത്ത് ഉണങ്ങിയ ഗോതമ്പ് പുട്ടുമായി അല്ലെങ്കിൽ ചോളം പുട്ടുമായിട്ട് മുളക് കറി പുരട്ടി വിഴുങ്ങുകയായിരിക്കും ഞാൻ. ഒരു വട അവനും കൂടെ കൊടുക്കൂ എന്നോ ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന പക്കാവടയിൽ ഒരു കഷ്ണമോ തരില്ല ഈ ദുഷ്ടൻ ചിറ്റപ്പൻ. ഞാൻ ദുഷ്ടനെന്നേ പറയൂ. ആജാന ബാഹുവായ ഈ മനുഷ്യൻ ഒരു നാളങ്ങ് വീണു. പ്രായം, രോഗം എല്ലാം കൂടി അദ്ദേഹത്തെ വീഴ്ത്തി. ഞാൻ ഏത് പടമാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഏതോ സിനിമയുടെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പോയിട്ട് ഞാൻ വന്നപ്പോൾ ഈ വീട് അമ്മ എന്നോട് പറഞ്ഞടാ, സഹദേവൻ സുഖമില്ലാതെ തിരുവനന്തപുരത്ത് ആയുർവേദ കോളേജിൽ കിടക്കുകയാണ്. ഞങ്ങൾക്ക് എന്ത് സ്തംഭിതം പോലെ എന്തോ പരിപാടിയാണ്. ഞാനപ്പോൾ തന്നെ സിന്ധുവിനെയും കൂട്ടി അദ്ദേഹത്തെ കാണാൻ ചെന്നു. എന്നോട് ഒരുപാട് ക്രൂരത കാണിച്ച, എന്നെ കള്ളനെന്ന് വരെ എൻ്റെ കുഞ്ഞമ്മയോട് വന്ന് അമ്മയുടെ അനുജത്തിയോട് വന്ന് പറഞ്ഞു ഞാൻ കള്ളനാണെന്ന്. അങ്ങനെയൊക്കെ എന്നെ ഒരുപാട് ദ്രോഹിച്ച ആളാണ്. 1 രൂപ നിലത്ത് കിടന്ന് ഞാൻ എടുക്കില്ല. പക്ഷേ എന്നെ അദ്ദേഹം കള്ളനെന്ന് വരെ പറഞ്ഞു. പക്ഷേ അദ്ദേഹം കിടക്കുന്ന ആ കിടപ്പ് കണ്ടപ്പോൾ എനിക്ക് കഷ്ടം തോന്നി, പക്ഷെ വേദന തോന്നിയില്ല. എന്നെ ഒരുപാട് വേദനിപ്പിച്ച, കള്ളനെന്ന് വരെ മുദ്ര ചാർത്തി തന്ന മനുഷ്യൻ, ജ്യേഷ്ഠൻ പട്ടാളത്തിൽ വേർത്തുണ്ടാക്കിയ കാശൊക്കെ നശിപ്പിച്ച മഹാൻ, നിസ്സഹായനായി ഇങ്ങനെ കിടക്കുകയാണ്, അലസനായി കിടക്കുകയാണ്. കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഇറങ്ങാൻ നേരം സിന്ധുവിനെ കൊണ്ട് ഞാനൊരു 2000 രൂപ അദ്ദേഹത്തിന് കൊടുത്തു. ഒരിക്കൽ പോലും 1% പോലും അദ്ദേഹം അത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നെനിക്ക് തോന്നുന്നു. വിറയാർന്ന വിരലുകൾ കൂട്ടിപ്പിടിച്ച് എന്നെ നോക്കി അദ്ദേഹം തൊഴുതു. പ്രതികരിക്കാതെ ഞാൻ ഇറങ്ങി നടന്നു. പിന്നീട് എപ്പോഴോ അദ്ദേഹം ഈ ലോകം വിട്ടുപോയി. ഈ അടുത്ത കാലത്ത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ വികസനങ്ങളുടെ 1ാം ഘട്ടം സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിന് വേണ്ടി ക്ഷണിച്ചതുകൊണ്ട് ഞാൻ തിരുവല്ലത്തേക്ക് പോയി. അങ്ങനെ പോയപ്പോഴും തിരുവല്ലത്ത് എൻ്റെ ചിറ്റപ്പൻ എന്ന് പറയുന്ന ഇളയച്ചൻ ഇട്ട പ്രസിൻ്റെയും തൊട്ടടുത്ത ചായക്കടയുടെയും ആ സ്ഥലത്ത് ഞാൻ കാറ് നിർത്തിയിട്ട് വെറുതെ കുറേ നേരം ഈ ഫ്ലാഷ് ബാക്കുകൾ ഓർത്തിരുന്നു. അവിടെ ഇപ്പോൾ അവിടെ ആ സ്ഥലമൊന്നുമല്ല, അതെല്ലാം ഇടിച്ചു കളഞ്ഞിട്ട് പുതിയ കെട്ടിടങ്ങളായി, വലിയ കെട്ടിടങ്ങളായി. ജീവിതയാത്രയിൽ
മറക്കാൻ കഴിയാത്ത മുഹൂർത്തങ്ങളിലൊന്നാണിത്. എന്നെ ഒരുപാട് ദ്രോഹിച്ചു അദ്ദേഹം. പള്ളിക്കൂടം വാർഷിക പരീക്ഷ കഴിഞ്ഞ് സ്കൂൾ അടയ്ക്കാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു. വീട്ടിലെ ദാരിദ്ര്യം കൊണ്ട് ഞാനും എൻ്റെ അനുജനും. ഒരു മാസക്കാലം എന്നെയും ഒരു മാസക്കാലം അനുജനെയും വലിയമ്മയുടെ വീട്ടിൽ അമ്മ കൊണ്ടാക്കും. മലയൻകീഴിനടുത്ത് മച്ചേൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആ ഒരു മാസമാണ് വയറ് നിറയെ 3 നേരം ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്. വലിയമ്മ വിളമ്പി തരുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ അമ്മ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുമായിരുന്നു. ഒന്നും കഴിക്കാനില്ലാതെ അമ്മ തളർന്ന് കിടക്കയാവും വീട്ടിലെന്ന് വയറ് നിറയെ വലിയമ്മയുടെ വീട്ടിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചി അതുകൊണ്ട് തന്നെ എനിക്കറിയാൻ പറ്റില്ലായിരുന്നു. ഞാനപ്പോൾ ആലോചിക്കുന്ന അതായിരുന്നു, എൻ്റെ അമ്മ പട്ടിണി കിടക്കായിരിക്കും. അതാണ് വലിയമ്മ എത്ര രുചികരമായ ഭക്ഷണം വിളമ്പി തന്നാലും എനിക്ക് രുചികരമായി തോന്നാതിരുന്നത്. വലിയമ്മയുടെ വീട്ടിൽ ഒരു അവധിക്കാലത്ത് ഞാൻ നിൽക്കുമ്പോഴാണ് വിഷു വന്നത്. ഏപ്രിലാണല്ലോ വിഷു. വലിയച്ഛന്മാരുടെ അനുജൻ പോലീസിലൊരു DSP ആണ്. ആജാന ബാഹുവായ, സുമുഖനായ, ചതുരവടിവിൽ സംസാരിക്കുന്ന, എപ്പോഴും വെൽ ഡ്രസ്സിൽ നടക്കുന്ന മനുഷ്യനാണ് ഈ DSP. അപ്പോൾ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ചേട്ടന്മാരെ വീട്ടിലേക്ക് വരും. അപ്പോൾ എന്നെ കണ്ടവിടെ, എപ്പോൾ വന്നടേ? ഞാൻ ഒരാഴ്ചയായി വന്നിട്ട്. നീ ഇപ്പോൾ എത്രാം ക്ലാസ്സിലായടേ? ഞാനിപ്പോൾ 7 കഴിഞ്ഞു, 7ാം ക്ലാസ്സായി. എന്ന് മടങ്ങൂടേ എന്നൊക്കെ എന്നോട് കുശലം ചോദിക്കും അദ്ദേഹം. ഒരു വർഷത്തെ ഈ അവധിക്കാലത്ത് ഞാൻ നിൽക്കുമ്പോൾ വിഷു ദിവസം അവിടേക്ക് വന്ന അദ്ദേഹം ചായയൊക്കെ കുടിച്ച് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് പോകാൻ നേരത്ത് അദ്ദേഹം എണീറ്റു. നല്ല ഹൈറ്റൊക്കെ ഉള്ള ആളാണ്. വലിയമ്മയുടെ 2ാമത്തെ മകളെ, എൻ്റെ സമപ്രായക്കാരിയെ വാത്സല്യത്തോടെ വിളിച്ചു. വത്സ എന്ന് വിളിച്ചു. അവളുടെ പേര് വത്സല എന്നാണ്. വത്സ എന്ന് വിളിച്ചു. അവൾ കടന്നു വന്നു. അവൾക്ക് 1 രൂപയുടെ ഒരു വെള്ളിത്തുട്ട് വിഷു കൈനീട്ടമായി അദ്ദേഹം കൊടുത്തു. അപ്പം അവധിക്കാലമായതുകൊണ്ട് കാട്ടാക്കട താമസിക്കുന്ന, കിള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്ന എൻ്റെ സഹോദരിയുടെ മകളും അവധിക്കാലത്ത് ഇവിടെ വന്നിപ്പോണ്. ഞങ്ങളെല്ലാം കൂടെ കളിച്ച് കലബല കൂട്ടി നടക്കുക. ചേച്ചിയുടെ മകളെ വിളിച്ചു. മോളേ എന്ന് വിളിച്ചു. അവൾക്കും ഒരു തുട്ട് കൊടുത്തു. ശരി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇറങ്ങി. ഈ കാഴ്ച കണ്ട് നിന്ന് എന്നോട് പോട്ടോടേ എന്ന് ചോദിച്ചു, എൻ്റെ തോള് തട്ടിയിട്ട്. നന്നായി പഠിക്കണം എന്ന ഒരു ചുമ്മാ ഉപദേശവും എനിക്ക് തന്നു. പക്ഷേ അവർക്ക് 2 പേർക്കും 1 രൂപ കൊടുത്തപ്പോൾ ഒരു 25 പൈസയുടെ ഒരു തുട്ട് തരാനുള്ള മനസ്സ് അദ്ദേഹം കാണിച്ചില്ല. അതിന് പകരം പോട്ടോടെ എന്നും ചോദിച്ചു, നന്നായി പഠിക്കണം എന്നും പറഞ്ഞു. അദ്ദേഹത്തിന് കുറച്ചു കാലം ഡ്യൂട്ടി തിരുവനന്തപുരം എയർപോർട്ടിലായിരുന്നു. അവിടെ വെച്ച് അദ്ദേഹം നിരവധി സിനിമാക്കാരെ പരിചയമുണ്ടാക്കി. നല്ല ഹൈറ്റും സുമുഖനുമായ അദ്ദേഹത്തെ സിനിമാക്കാരും ശ്രദ്ധിച്ചു. ഭാസ്കരൻ നായർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പക്ഷേ ബന്ധുക്കളെല്ലാം വിളിക്കുന്ന ഫാസി 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 എന്നാണ്. ഇദ്ദേഹം KG ജോർജിൻ്റെ യവനികയിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളായിരുന്നു. അശോകനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന, ഇനി നിങ്ങൾ യവനിക കാണുകയാണെങ്കിൽ അശോകനെ ചോദ്യം ചെയ്യുന്നിടത്ത്, നീയാണാടാ തബലായ്യപ്പനെ കൊന്നത് എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്യുമല്ലോ. എനിക്ക് കൊള്ളണമെന്നുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ കൈ കിട്ടിയില്ല എന്നൊക്കെ പറയുന്നില്ലേ. ആ സീനിൽ ഇവൻ്റെ കൈരേഖയൊക്കെ ഇങ്ങനെ മറ്റേ ഗ്ലാസ് വെച്ചൊക്കെ ഇങ്ങനെ നോക്കുന്നതൊക്കെ എൻ്റെ ഈ പറഞ്ഞ ചെറിയച്ഛനാണ്. സിനിമാ രംഗത്ത് അദ്ദേഹത്തെ പെരുമന ഭാസ്കർ എന്നാണ് അറിഞ്ഞിരുന്നത്. പാസിയും അല്ല, ഭാസ്കരൻ നായരും അല്ല, ഭാസ്കർ. അതുപോലെ കൂടെവിടെ എന്ന് പറഞ്ഞ പത്മരാജ സാറിൻ്റെ സിനിമയിൽ അദ്ദേഹം സ്കൂളിലെ റഹ്മാൻ പഠിക്കുന്ന സ്കൂളിലെ പ്രിൻസിപ്പളായിരുന്നു. ബാലുഖരീദിൻ്റെ വിസയിൽ, അങ്ങനെ കുറേ സിനിമകൾ അദ്ദേഹം ചെയ്തു. വിസയിൽ എനിക്ക് തോന്നുന്നു ശാന്തി കൃഷ്ണയുടെ അച്ഛനായിരുന്നു തോന്നുന്നു അദ്ദേഹം. ആ മമ്മൂട്ടിയോടൊപ്പം യവനികയിൽ നിൽക്കുന്ന ആ പോലീസ് സീനിലൊക്കെ അദ്ദേഹം മനോഹരമായി അഭിനയിച്ചു. സിനിമാ നടൻ കൂടിയായപ്പോൾ പെൻഷനായെങ്കിലും അദ്ദേഹം
അല്പം കൂടി ഗമ കാണിക്കാൻ തുടങ്ങി എല്ലാവരോടും. പെൻഷൻ ആയതോടുകൂടി സിനിമയിലെ അവസരങ്ങളും കുറഞ്ഞു. മറ്റേ എയർപോർട്ടിൽ സഹായങ്ങളൊക്കെ വേണ്ടി വരുമല്ലോ, അങ്ങനെ ആയിരിക്കും ഈ വേഷങ്ങളൊക്കെ കൊടുത്തത്. ഞാൻ പതിയെ പതിയെ സിനിമയിലേക്ക് കടന്നു. കാണുമ്പോഴൊക്കെ എന്നോട് സിനിമാ കാര്യങ്ങൾ തിരക്കും. എടാ, ചിറ്റപ്പന് പറ്റിയ വേഷം വല്ലതും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക കേട്ടോ, ഞാൻ വരാം. ഞാൻ വിളിക്കാം. രാജീവ് അഞ്ചൽ സംവിധാനം ചെയ്ത അപ്പൂപ്പൻ താടികൾ എന്ന പരമ്പരയിലേക്ക്, സീരിയലിലേക്ക്, ആ അപ്പൂപ്പൻ താടിയുടെ അസോസിയേറ്റ് ഡയറക്ടർ ഞാനാണ്. അതിലെ സ്കൂൾ പ്രിൻസിപ്പലിൻ്റെ വേഷം ഞാൻ എൻ്റെ ഈ ചെറിയച്ഛന് വാങ്ങിക്കൊടുത്തു. അപ്പോൾ ഞാൻ എൻ്റെ സ്കൂട്ടറിൽ വന്നോളാം എന്ന് അദ്ദേഹം പറഞ്ഞു. വേണ്ട, ഊരിട്ടമ്പലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അദ്ദേഹം താമസിക്കുന്നത്, നമ്മൾ ലെനിൻ രാജേന്ദ്രൻ്റെ വീടിനടുത്ത്. ഊരിട്ടമ്പലത്ത് നിന്ന് ശ്രീകാര്യത്തുള്ള ലയോള സ്കൂൾ വരെ ഒരു 10-20 കിലോമീറ്ററിൽ കൂടുതലുണ്ട്. അത്രയും ദൂരം സ്കൂട്ടർ ഓടിക്കേണ്ട ചിറ്റപ്പ, കാർ അയക്കാമെന്ന് ഞാൻ ഏറ്റു. കാർ അയച്ചു, വന്നു, അഭിനയിച്ചു. പോകാൻ നേരം ഞാനൊരു വൗച്ചർ ഒപ്പിട്ട് വാങ്ങിയിട്ട് 5000 രൂപ അദ്ദേഹത്തിന് പ്രതിഫലമായി കൊടുത്തു. ദിനേശ, ഞാനൊരിക്കലും നീ ഇങ്ങനെയൊക്കെ എനിക്ക് ചെയ്തു തരുമെന്ന് കരുതിയിരുന്നില്ല. നിനക്ക് നല്ലതേ വരൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാനിത് ചെയ്യണം ചിറ്റപ്പ, എന്നാലേ എനിക്ക് സമാധാനം കിട്ടൂ എന്നായി ഞാൻ. അതെന്താ? ചിറ്റപ്പന് ഓർമ്മയുണ്ടോ എന്നെനിക്കറിയില്ല. വെക്കേഷൻ കാലത്ത് വലിയമ്മയുടെ വീട്ടിൽ ഞാൻ 1 മാസം നിൽക്കുമ്പോൾ പ്രതാപയായ ചിറ്റപ്പൻ വരും. വിഷുവിന് വത്സേ, മോളി എന്നൊക്കെ നീട്ടി വിളിച്ച് അവർക്ക് എൻ്റെ മുന്നിൽ വച്ച് ചിറ്റപ്പൻ വിഷുക്കൈ നീട്ടം നൽകുമായിരുന്നു. അച്ഛനില്ലാത്ത ഒരു കുട്ടി അതൊക്കെ നോക്കി നിൽക്കുമ്പോൾ 1 രൂപ തരണ്ട, 25 പൈസ വച്ച് നീട്ടാത്ത അങ്ങയെ നോക്കി നിന്ന ഒരു ബാല്യം എനിക്കുണ്ടായിരുന്നു. വർഷമെത്ര കഴിഞ്ഞാലും അന്ന് എൻ്റെ കുരുന്നു മനസ്സിനേറ്റ മുറിവ് ഇപ്പോഴും മാഞ്ഞിട്ടില്ല ചിറ്റപ്പ. മായാത്തൊരനുഭവം എനിക്ക് സമ്മാനിച്ച ചിറ്റപ്പന് ഞാൻ നൽകുന്ന സ്നേഹ ഉപഹാരമാണ് ഈ വേഷം. അക്ഷമനായി അടി കൊണ്ടതുപോലെ അദ്ദേഹം എന്നെ നോക്കി നിന്നു. ഞാൻ ഓർക്കുന്നില്ല ദിനേശ, അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു സോറി. അദ്ദേഹം മരിക്കും വരെ ആ സ്നേഹബന്ധം ഞാൻ തുടർന്നു. ആ ഒറ്റ സോറി പറച്ചിലിൽ എൻ്റെ വിഷമം അലിഞ്ഞലിഞ്ഞില്ലാതായി. ഇത്തരം നൊമ്പരം എന്നിൽ നിന്ന് ആർക്കും വരാതിരിക്കാൻ ഞാൻ എന്നും ശ്രദ്ധിക്കാറുണ്ട്. ഒരാളെയും ഞാൻ ഇതുപോലെ ഇൻസൾട്ട് ചെയ്യുകയോ നോവിക്കുകയോ ചെയ്തിട്ടില്ല. ഷൂട്ടിംഗ് നടക്കുന്ന സമയമാണെങ്കിൽ വലിപ്പ ചെറുപ്പം നോക്കാതെ സകലർക്കും, ആ ഷൂട്ടിംഗ് ക്രൂവിലുള്ള 100 പേരുണ്ടെങ്കിൽ 100 പേർക്കും 100 രൂപ വെച്ച് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കുമായിരുന്നു. എന്നോടൊപ്പം വർക്ക് ചെയ്ത ആരോടെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു തരും. എല്ലാവർക്കും. ഇപ്പോൾ നായകനായി അഭിനയിക്കുന്ന ആളിന് 100 രൂപയും കൊച്ചുവേഷം ചെയ്യുന്ന ആളിന് 50 രൂപയും ലൈറ്റ് പിടിക്കുന്ന പയ്യന് 10 രൂപ, അങ്ങനെയൊന്നുമില്ല. ആ ക്രൂവിൽ 100 പേരുണ്ടെങ്കിൽ 100 പേർക്ക് ഞാൻ 100 രൂപ വെച്ച് കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ പരിചിതർക്കും വിഷു കൈനീട്ടം ഞാൻ കൊടുക്കുമായിരുന്നു. നമ്മുടെ വർക്ക് ഏത് സ്റ്റുഡിയോയിലാണോ അവിടുത്തെ മുതലാളിക്കും അവിടെ നിൽക്കുന്ന എല്ലാ സ്റ്റാഫിനും ഈ പറഞ്ഞതുപോലെ തന്നെ ഓരോ 100 രൂപ വെച്ച് കൊടുക്കും. ഒരാളുടെ മനസ്സിലും ഞാൻ മുറിവ് ഏൽപ്പിക്കില്ല. പാസി ചിറ്റപ്പൻ എനിക്ക് പഠിപ്പിച്ചു തന്ന പാഠമാണിത്. എന്നെ നോവിച്ച, എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു കഥ കൂടി പറഞ്ഞ് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. സിനിമാ പത്രപ്രവർത്തകനായി, പിന്നെ സിനിമാക്കാരനായി, സിനിമയിൽ PRO ആയി, സീരിയലിന് തിരക്കഥ എഴുതി, സീരിയലുകൾ സംവിധാനം ചെയ്തു നിർമ്മിച്ചു. അപ്പോഴും സിനിമാ പത്രപ്രവർത്തനത്തെ ഞാൻ കൈവിട്ടില്ല. മമ്മൂക്ക പറഞ്ഞ കണക്ക് ഒരു പേന കയ്യിലുണ്ട് എന്ന ഒരെല്ല് കൂടുതൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചല്ല ഞാൻ പത്രപ്രവർത്തനം വിടാഞ്ഞത്. എനിക്ക് അഗ്രസീവ് ജേർണലിസം ഇഷ്ടമാണ്.
ഞാൻ കാണിച്ചത് തെമ്മാടിത്തരമാണ്, താങ്കൾ കാണിച്ചത് തെമ്മാടിത്തരമാണ് എന്ന് ഒരു പ്രബലൻ്റെ മുഖത്ത് നോക്കി മറയില്ലാതെ പറയുമ്പോൾ എനിക്കത് നൽകുന്ന ആത്മസംതൃപ്തി ചെറുതല്ല. തിരുവനന്തപുരത്തെ സിനിമാക്കാരെല്ലാം എനിക്ക് നല്ല അടുപ്പമുള്ളവരാണ്. പക്ഷേ അവരിൽ ഭൂരിപക്ഷത്തിനും എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ എന്നുള്ളതാണ് സത്യം. എന്നെ കാണുമ്പോൾ ചിരിച്ച് കൈയൊക്കെ തന്ന് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, ആറ്റാണ് മറിച്ചാണെന്നെല്ലാം ചോദിക്കും. പക്ഷേ 100 പേരുണ്ടെങ്കിൽ അതിൽ 90 പേർക്കും കണ്ണെടുത്താൽ എന്നെ കണ്ടുകൂടാ. കാരണം ഞാൻ ഈ പച്ചയ്ക്ക് മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട്. അത് മറ്റാർക്കും അറിയില്ലെങ്കിലും എനിക്ക് നന്നായിട്ട് അറിയാമത്. അതുകൊണ്ടാണ് തലസ്ഥാനത്തെ തിരുവനന്തപുരം ഫിലിം ഫ്രട്ടേണിറ്റി അടക്കം ഒന്നിലും എന്നെ ആരും കൂട്ടിയിട്ടില്ല. ഞാൻ ആരോടെങ്കിലും എന്നെയും കൂടെ അതിൽ കൂടെ കൂട്ടുമെന്ന് ചോദിച്ചിട്ടുമില്ല. ഇവനും സിനിമയിൽ പല രംഗങ്ങളിലായി 10-40 വർഷമായി പ്രവർത്തിക്കുന്നുവെന്ന് അംഗീകരിക്കാൻ തിരുവനന്തപുരത്തെ സിനിമാക്കാർക്ക് മടിയാണ്. ഇനി അഥവാ വിളിച്ചാലോ അവൻ്റെ ന്യായം പറഞ്ഞ് നമ്മളെ തോൽപ്പിക്കും. വിളിക്കാതിരുന്നാൽ ശല്യമില്ലല്ലോ. 1-2 പേർ പറയും, ബാക്കി വായില്ല കുന്നിൽ അപ്പന്മാരെ പോലെ തലയാട്ടും. നക്കും നുണയും തന്ന് വെള്ളവും അടിച്ചങ്ങ് പോകാം. വിളിച്ചില്ല എന്ന് വെച്ച് ഇവരാരോടും ഒരു പരാതിയുമില്ല, ദേഷ്യവുമില്ല. എനിക്ക് ഈ സംഘടനയിലൊക്കെ പ്രവർത്തിക്കുന്നവർ അതിനു വേണ്ടിയാണ് പോണേ. 1-2 പേർ ഓർഡർ ഇടും, ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യും, ആ പ്രോഗ്രാം ചെയ്യും, ഈ പ്രോഗ്രാം ചെയ്യാം. ബാക്കിയെല്ലാം വായില്ല കുന്നിൽ അപ്പന്മാരെ പോലെ ഇങ്ങനെ ആട്ടാനാണ് പോണത്. കാരണം ഇത് കഴിഞ്ഞാൽ തീറ്റയും കുടിയുള്ളതുകൊണ്ട് നമ്മൾ വേല അങ്ങനെ ആയിരിക്കില്ല. പച്ചയ്ക്ക് പറയില്ലേ, അത് ശരിയല്ല എന്ന് പറയില്ലേ. ഇങ്ങനെ ഒരു നാൾ ട്രിവാൻഡ്രം ക്ലബ്ബിൽ വെള്ളമടിച്ച് സൊറ പറഞ്ഞിരിക്കുമ്പോൾ ആർക്കോ ഒരു തോന്നൽ വന്നു, നമുക്ക് മോഹൻലാലിനെ ഒന്ന് ആദരിച്ചാലോ. ഭാരതീയ കലാപീഠം എന്ന സംഘടനയുടെ പേരിലാണ് ആദരിക്കൽ. ഭാരതീയ സംസ്കാരത്തിൻ്റെ പ്രാചീനവും നവീനവുമായ ആവിഷ്കാരങ്ങളെ, പ്രത്യേകിച്ച് രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാണത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും പ്രചരിപ്പിക്കാനും വളർത്താനും രൂപം കൊടുത്തതാണത്രേ ഭാരതീയ കലാപീഠം. പിന്നെ എന്തൊക്കെയോ അവർ പറയുന്നുണ്ട് ആ സംഘടന. ഇപ്പോൾ ജീവനോടെ ഇരിപ്പുണ്ടോയെന്ന് എനിക്കറിയില്ല. ഈ സംഘടനയുടെ പേരിലാണ്, ഭാരതീയ കലാപീഠത്തിൻ്റെ പേരിലാണ് മോഹൻലാലിന് ആദരവ് നൽകാൻ തീരുമാനിച്ചത്. അന്ന് കേന്ദ്രം വാജ്പേയി ഭരിക്കുന്ന കാലമാണെന്ന് തോന്നുന്നു. കാരണം ഒ രാജഗോപാൽ കേന്ദ്ര സഹമന്ത്രിയാണ്. അദ്ദേഹമാണ് തിരനോട്ടം എന്ന് പേരിട്ട ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടകൻ. പറയാൻ വിട്ടു, എന്തു പേരിട്ട് വിളിച്ചാലും ഇതിൽ നായന്മാരാണ് ഏറിയ പങ്കും. നായന്മാരിൽ തന്നെ BJP RSSകാരാണ് അതിലേറിയ പങ്കുമെന്ന് ഞാൻ പറയും. സത്യം അതാണ്. ബാക്കി കുറേ വായി നോക്കിയാൽ ഈ കൂടെ ഒട്ടി നടപ്പുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഭൂരിപക്ഷം ഇതാണ്. ലോകത്തിൽ ആർക്കും ഇയാൾ എന്ത് പാർട്ടി എന്ന് മനസ്സിലാക്കാനാകാത്ത എൻ്റെ പഴയ സുഹൃത്തായ ഫോട്ടോഗ്രാഫർ R ഗോപാലകൃഷ്ണനും ഈ സംഘടനയിലുണ്ട്. തിരനോട്ടം പരിപാടിയിൽ മോഹൻലാലിനെ കുറിച്ച് ഒരു പുസ്തകം ഇറക്കണം, അതിന് തിരനോട്ടം എന്ന് തന്നെ പേരിടണം എന്ന് ഈ കമ്മിറ്റി തീരുമാനിച്ചു. ഗോപാലകൃഷ്ണൻ അടക്കമുള്ള കമ്മിറ്റി. ആ സമയത്ത് ഞാനിതിനെ കളിയാക്കി വിളിക്കുന്ന ആഘോഷ കമ്മിറ്റി എന്നാണ്. എന്തും ആഘോഷിക്കും, അതാണ് പ്രശ്നം. ആ സമയത്ത് സിനിമാ മംഗളത്തിൽ നടന ചാരുതയുടെ വിജയപഥം തേടി എന്ന് പറഞ്ഞിട്ട് എന്ന ടൈറ്റിലിൽ മോഹൻലാലിൻ്റെ സിനിമാ ജീവിതത്തെ പറ്റി അതുവരെ ആരും എഴുതിയിട്ടില്ലാത്ത തരത്തിൽ വിശദമായൊരു ലേഖന പരമ്പര ഞാൻ എഴുതുന്ന സമയമാണ്. 78 ആഴ്ച ഞാൻ ആ പരമ്പര എഴുതി. സിനിമാ മംഗളത്തിൽ ഞാൻ എഴുതിയത് അടിച്ചു മാറ്റി പിന്നീട് മോഹൻലാലിനെ സ്തുതിച്ച് ജീവിക്കുന്ന പലരും പുസ്തകങ്ങൾ എഴുതി കാശുണ്ടാക്കിയത് ചരിത്രം. അത് ഞാൻ ഉറപ്പിച്ച് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എഴുതിയപ്പോൾ വന്ന ചില പെശകുകളുണ്ട്, ചില തെറ്റുകളുണ്ട്. അതുപോലെ തന്നെ ഈ മഹാന്മാരിറക്കിയ പുസ്തകത്തിലും വന്നപ്പോഴാണ് എൻ്റെ പരമ്പര ചുരണ്ടിയാണ് യവന്മാർ പുസ്തകം എഴുതുന്നത് എന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ ആരോട് ചോദിച്ചിട്ടില്ല, എഴുതിയ ആളുകളൊക്കെ എനിക്ക് നല്ല പരിചയമാണ്. ഒരു 100 പേജിലിറക്കുന്ന പുസ്തകത്തിൽ ഫോട്ടോകളടക്കം നല്ല രസകരമായ ഫോട്ടോകളൊക്കെ വെച്ച് നമുക്കൊരു പ്രത്യേക വലിപ്പത്തിൽ ഈ തിരനോട്ടം എന്ന പുസ്തകം ഇറക്കാനായി തീരുമാനിച്ചു. ഇതിനായി
ഒരു ലാൽ ചരിത്രം എഴുതാമോ എന്ന് ഗോപാലകൃഷ്ണൻ എന്നെ വിളിച്ച് ചോദിച്ചു. എഴുതാം, അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് ഞാൻ സമ്മതം മൂടി. സൗജന്യമായി കൊടുക്കാൻ ഇറക്കുന്ന പുസ്തകമാണ്, എഴുതുന്നതിൻ്റെ കൂലി കുറവായിരിക്കും എന്ന് ആമുഖമായി തന്നെ ഗോപാലകൃഷ്ണൻ എന്നോട് പറയുകയും ചെയ്തു. സമ്മതം, എനിക്ക് സമ്മതം. പറഞ്ഞ സമയത്തിന് മുന്നേ തന്നെ ഞാൻ ആർട്ടിക്കിൾ എഴുതി കൊടുത്തു. പേജ് ഗോപാൽ വീട്ടിലിരുന്ന് ലേഔട്ട് ചെയ്യുമ്പോഴും ചെന്ന് ചില നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് അതിവിടെ വയ്ക്കാം, ഈ ഫോട്ടോ അവിടെ വയ്ക്കാം എന്നൊക്കെ പറഞ്ഞ് കൂടെ ഇരുന്നു ഞാൻ പേജ് ചെയ്യാനായിട്ട്. തിരനോട്ടം എന്ന ഈ പ്രോഗ്രാമിനായി വഴുതക്കാട് കലാഭവനിലോ മറ്റോ ആഘോഷ കമ്മിറ്റിക്കായി ഒരു ഓഫീസ് തുറന്നു. അവിടെ തമ്പടിച്ച് ചർച്ചയോട് ചർച്ച. വൻപന്നരെയൊക്കെ പരിപാടിയിലെത്തിക്കാനുള്ള ആലോചനകൾ പല വഴി നടന്നു. മോഹൻലാൽ അടക്കമുള്ള യുവതലമുറയ്ക്ക് മദ്രാസിൽ അഭയസ്ഥാനം നൽകിയ സംവിധായകനായ പോസ്റ്റർ ഡിസൈനറായ വഴുതക്കാട്ടുകാരനായ RK എന്ന രാധാകൃഷ്ണൻ ഈ തിരനോട്ടം കമ്മിറ്റി ഓഫീസിൻ്റെ മുമ്പിൽ കൂടെ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ അവിടെ തിരനോട്ടം എന്ന് എഴുതി വെച്ചിരിക്കുന്നു. തിരനോട്ടം മോഹൻലാലിൻ്റെ ആദ്യത്തെ പടമല്ലേ. പിന്നെ മോഹൻലാലിൻ്റെ കട്ടൗട്ട് വെച്ചിരിക്കുന്നു. RK അവിടെ നിന്ന് അത് നോക്കിക്കൊണ്ട് നിന്ന് ഇതെന്തോന്നു തിരനോട്ടം, മോഹൻലാലൊക്കെ നിൽക്കുന്നു ഇങ്ങനെ നോക്കിയിട്ട് വന്നു. അപ്പോൾ RKയുടെ വീട്ടിൽ വെച്ച്, മദ്രാസിലെ അഭയസ്ഥാനം നൽകിയ RKയുടെ വീട്ടിൽ വെച്ച് നമ്മുടെ ക്യാമറമാനായ നമ്പ്യാതിരി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ 5-6 പടം എടുത്തു മോഹൻലാലിൻ്റെ. ഈ പടമാണ് സുരേഷ് കുമാർ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുടെ ഇൻ്റർവ്യൂവിന് വേണ്ടി അയച്ചു കൊടുത്തത്. അപേക്ഷ അയച്ചപ്പോൾ അതിലൂടെ വെച്ച ഫോട്ടോ ഈ RKയുടെ വീട്ടിൽ വെച്ചെടുത്ത ഫോട്ടോയാണ്. ആ RK അവർ വിളിച്ചിട്ടില്ല. അപ്പോൾ RK ഇങ്ങനെ കട്ടൗട്ടറൊക്കെ നോക്കി നിൽക്കുമ്പോൾ ആരോ കണ്ടു, അയ്യോ നമ്മൾ RK അതാ ബോർഡൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കണമെന്ന്. ആരോ ചെന്ന് RKയെ പൊക്കി അകത്ത് കയറ്റി, കമ്മിറ്റി ഓഫീസിൽ കയറ്റി. മറന്നു പോയണ്ണ, അണ്ണനെ അടക്കം ക്ഷണിക്കാൻ, മന്നിച്ചെടുങ്കോ, അണ്ണന് പരാതിയും പരിഭവമൊന്നുമില്ല. രാധാകൃഷ്ണൻ ആരെ പേരിൽ പരാതി പറയില്ല. അണ്ണൻ അന്ന് മുതൽ തിരനോട്ടത്തിൻ്റെ ഓഫീസിൽ ചേക്കേറി. വിളിക്കട നമ്പ്യാതിരിയെ എന്നാരോ ഓർഡർ ഇട്ടു. മോഹൻലാലിൻ്റെ പടം ഫ്രീ ആയിട്ട് എടുത്തു എന്ന നമ്പിയില്ലാതെ എന്ത് ആഘോഷം. ഇങ്ങനെയായിരുന്നു ഈ തിരനോട്ടം പ്രോഗ്രാമിൻ്റെ സ്റ്റൈൽ. തിരനോട്ടത്തിൻ്റെ എന്നല്ല, ഈ ഫിലിം ഫ്രട്ടേണിറ്റി നടത്തുന്ന എല്ലാ പ്രോഗ്രാമും ഇങ്ങനെയാണ്. വേണ്ടപ്പെട്ടവരെയൊക്കെ ഓർക്കുമ്പോഴാണ് വിളിക്കുന്നത്. പുസ്തകത്തിൻ്റെ എഡിറ്ററും ഡിസൈനറും എല്ലാം ഗോപാലകൃഷ്ണൻ തന്നെ. മോഹൻലാലിൻ്റെ ഫിലിം ഡാറ്റ നൽകിയ റോളിൽ എൻ്റെ പേരും ഭാരതീയ കലാപീഠം പബ്ലിഷറും. അങ്ങനെ ഫ്രീ പബ്ലിഷിംഗ് ആണല്ലോ. അപ്പം ഞാൻ വെറും ഡാറ്റ കൊടുത്ത ഫിലിം ഡാറ്റ, മോഹൻലാലിൻ്റെ ഫിലിം ഡാറ്റ കൊടുത്തവനായി. മോഹൻലാൽ 1980 ഡിസംബർ 25 മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ അഭിനയിച്ചു. ഇങ്ങനെയൊക്കെയുള്ള ഡാറ്റ മാത്രം ഞാൻ കൊടുത്തുള്ളൂ എന്നാണ് ഈ പുസ്തകത്തിൽ വച്ചിരിക്കുന്നത്. അത് ഗോപാലകൃഷ്ണൻ ചെയ്ത പണിയായിരിക്കും. ഞാൻ മോഹൻലാൽ എന്ന് അഭിനയം തുടങ്ങി ആരുടെയൊക്കെ ഏതൊക്കെ സിനിമയിൽ അഭിനയിച്ചു, എത്ര സിനിമയായി എന്നുള്ള ഡാറ്റയൊന്നും അല്ല കൊടുത്തത്. കൃത്യമായി പുസ്തകത്തിനായി എഴുതി കൊടുത്തതാണ്. പക്ഷേ ഡാറ്റ അറേഞ്ച് ചെയ്ത ആളെന്നേ എൻ്റെ വച്ചിട്ടുള്ളൂ. ഞാനതൊന്നും കണക്കിലെടുക്കാത്ത ആളായതുകൊണ്ട് ഞാനൊരു പ്രതിഷേധത്തിനും പോയില്ല. തിരനോട്ടം പ്രോഗ്രാം നടക്കുന്നതിൻ്റെ തലേ ദിവസം ആരോ ഈ ആഘോഷ കമ്മിറ്റി ഓഫീസിൽ ഇരുന്ന് ഓർക്കുന്നു, ഈ പുസ്തകം എഴുതിയ ദിനേശിനെ ഈ ഫംഗ്ഷന് ക്ഷണിച്ചിട്ടില്ല എന്ന കാര്യം. ഒരു ക്ഷണക്കത്ത് പോലും കൈമാറിയിട്ടില്ല എന്ന് ആഘോഷ കമ്മിറ്റിയിൽ ആർക്കോ ഓർമ്മ വന്നു. വൈകിയ വേളയിൽ ആര് വിളിക്കും ദിനേശനെ എന്നായി ചർച്ച. നീ വിളി എന്നൊരുത്തൻ പറയുമ്പോൾ ഞാൻ വിളിക്കില്ല, അവൻ വല്ലതൊക്കെ വിളിച്ചു പറയും. എന്നാൽ നീ വിളി, ഇങ്ങനെ നീ വിളി എന്ന് പറഞ്ഞാൽ ആരും വിളിക്കുന്നില്ല. വൈകുന്നേരം ആയപ്പോൾ മോഹൻലാലിൻ്റെ അക്കൗണ്ടൻറ്റ് സനൽകുമാർ എന്നെ വിളിച്ചു. ദിനേശേ, ഞങ്ങൾക്കൊരു തെറ്റ് പറ്റി, ഞാൻ ആ തെറ്റ് തിരുത്തുന്നു. സംഘാടക സമിതിക്കായി നാളത്തെ പ്രോഗ്രാമിന് ഞാൻ ദിനേശിനെ ക്ഷണിക്കുന്നു. നാളെ പ്രോഗ്രാമിൽ പങ്കെടുക്കണം. പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം, ഞാൻ വരില്ല എന്ന് ഞാൻ ഉത്തരം പറഞ്ഞു. ആധികാരികമായി ഞാൻ വിളിക്കുകയാണ്, വരണം, വന്നേ പറ്റൂ. നിങ്ങൾ ആ പ്രോഗ്രാം നന്നായിട്ട് നടത്ത്, കഴിയുമെങ്കിൽ ഒരു പുസ്തകം എനിക്ക് തരണം, പ്രതിഫലം പോലും വേണം എന്നില്ല. സ്നേഹപൂർവ്വം ആ ക്ഷണം ഞാൻ നിരസിച്ചു. എൻ്റെ അടുത്ത സുഹൃത്തായ ഗോപാലകൃഷ്ണൻ പോലും എന്നെ ഓർത്തില്ലല്ലോ.
സുരേഷ് കുമാർ അടക്കം എന്നെ മറന്നല്ലോ എന്നൊക്കെ ആലോചിച്ചപ്പോൾ എനിക്ക് നല്ല വേദന തോന്നി. മനസ്സിനേറ്റ ആ നൊമ്പരവുമായി ഞാൻ വീട്ടിലിരുന്നു. എല്ലാം ഭംഗിയായി നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പ്രോഗ്രാം ദിവസം വൈകുന്നേരത്തോടെ എവിടുന്നോ എടുത്ത് ഒഴിച്ചതുപോലെ തുള്ളിക്കൊരു കുടം മഴയായിരുന്നു MG കോളേജും പരിസരത്തും. പരിപാടിക്കിടെ ഈ തുള്ളിക്കൊരു കുടം മഴ പെയ്തു. പ്രോഗ്രാം അലങ്കോലമായി. പ്രോഗ്രാം എന്താ പറയുക, വിലക്കെടുത്ത ചാനലുകാർക്ക് വേണ്ടി പിറ്റേന്ന് ഈ പ്രോഗ്രാം റീക്രിയേറ്റ് ചെയ്ത് ചിത്രീകരിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ശാന്തിവിള ദിനേശിന് സ്നേഹപൂർവ്വം മോഹൻലാൽ എന്നെഴുതി ഒപ്പിട്ട ഒരു പുസ്തകവും 5000 രൂപയും R ഗോപാലകൃഷ്ണൻ എനിക്കെത്തിച്ചു. ലിബി ബുക്സും ഉണ്മ പബ്ലിക്കേഷനും പരിധിയുമൊക്കെ ഓരോ പുസ്തകങ്ങൾ എഴുതാൻ പല ആവർത്തി എന്നോട് പറഞ്ഞു. ഷാർജ ഫെസ്റ്റിവലിൽ പുസ്തകം റിലീസ് ചെയ്യാം, വേഗം എഴുതുമെന്ന് ലിപി അക്ബർ പ്രോത്സാഹിപ്പിച്ചിട്ട് ഞാൻ എഴുതാൻ തുടങ്ങിയിട്ടില്ല ഇതുവരെ. പക്ഷേ പുസ്തകം എഴുതാൻ ആരെങ്കിലും പറഞ്ഞാൽ തിരനോട്ടം പുസ്തകം എൻ്റെ ഓർമ്മയിൽ വരും. മോഹൻലാലിൻ്റെ സാന്നിധ്യത്തിൽ കേന്ദ്രമന്ത്രി O രാജഗോപാൽ തിരനോട്ടം എന്ന പുസ്തകം റിലീസ് ചെയ്യുമ്പോൾ എഴുതിയ ശാന്തിവിള ദിനേശ് അവിടെ ഉണ്ടാവണ്ട എന്ന് ആരോ തീർച്ചയാക്കി. അങ്ങനെ മനഃപൂർവ്വം എന്നെ ആ പ്രോഗ്രാമിൽ നിന്ന് ഒഴിവാക്കിയതാണ്. പുസ്തകം എഴുതിയ ആൾ എപ്പോഴും പുസ്തകം റിലീസ് ചെയ്യുമ്പോൾ വാങ്ങുന്ന ആളും കൊടുക്കുന്ന ആളും നിൽക്കും, നടുക്ക് പുസ്തകം എഴുതുന്ന ആളും നിൽക്കും. അങ്ങനെ നിന്നൊരു ഫോട്ടോ വന്നാൽ ദിനേശന് എന്തെങ്കിലും ഒരു എന്താ പറയുക പബ്ലിസിറ്റി കിട്ടി പോകണമെങ്കിലോ എന്ന് വിചാരിച്ച് ആരോ ചെയ്ത കളിയാണ്. അവനെ വിളിക്കേണ്ട എന്നങ്ങ് ചവിട്ടി ഒതുക്കി. എന്നെ നോവിച്ച സംഭവങ്ങൾ പോലും എനിക്ക് എപ്പോഴും പ്രേരക ശക്തിയായാണ് മാറാറ്. എന്നെ നോവിച്ച സംഭവങ്ങൾ ഇനിയും പറയാനുണ്ട്, പലവട്ടം പറയാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ നൊമ്പരങ്ങൾ മരിക്കുന്നതുവരെ എൻ്റെ മനസ്സിലുണ്ടാകുന്ന നൊമ്പരങ്ങളാണ് ഞാൻ ഈ പറഞ്ഞതല്ല. ഇനിയും പറയാം അത്തരം കഥകളെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ബോറടിപ്പിച്ചിരിക്കില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു 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 0.1% പോലും ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല ഇതിൽ. തിരനോട്ടത്തിൻ്റെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അന്വേഷിക്കാം. തിരുവനന്തപുരത്ത് ആഘോഷ കമ്മിറ്റിക്കാർ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. സിനിമയിലുള്ള നായന്മാരോടൊക്കെ ചോദിച്ചു നോക്കൂ. വിളിച്ചില്ല. പുസ്തകം എഴുതിയ ആളിനെ വിളിച്ചില്ല. ഇത് തന്നെയാണ്. പിന്നെ പെരുമന ഭാസ്കർ എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറിയച്ഛൻ മരിച്ചുപോയി, അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് നിങ്ങൾക്ക് ചോദിക്കാൻ വരുന്നില്ല. അയാളെ കോളേജിൽ അഭിനയിക്കാൻ പോയി 5000 രൂപയിൽ നിന്ന് കാറിൽ കയറ്റി വിട്ടോ എന്നൊക്കെ ചോദിക്കായിരുന്നു. തെളിവുകളൊന്നും ഇല്ല എൻ്റെ. എന്നെ വളർത്തിയതിലൊരു പങ്ക് ഇത്തരം വേദനകളാണെന്ന് ഞാൻ പറയും. ആ വേദനകളാണ് എനിക്കൊരു വാശി, ജീവിതത്തിൽ എന്തെങ്കിലും ആകണം എന്നുള്ളൊരു വാശി ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ ഏത് ശരിയുടെയും കൂടെ നിൽക്കണം, തെറ്റ് ചെയ്യുന്ന ആരായാലും അവരെ എതിർക്കണമെന്ന് എന്നെ പഠിപ്പിച്ചത് ഇത്തരം അനുഭവങ്ങളായിരിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.